എല്ലാവർക്കും മാഗ്നമെൻ്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ CHSL മെയിൻസിൻ്റെ 2024 CHSL മെയിൻസിൻ്റെ ആൻസർ കീ ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു, അവർക്ക് ടൈം സെറ്റായില്ല, ക്വസ്റ്റ്യനകത്ത് ടൈം മാനേജ്മെൻറ്റ് ശരിയായില്ല, സെക്ഷൻ 1 മാർക്ക് സെറ്റായില്ല. അപ്പോൾ 60 ക്വസ്റ്റ്യൻ 60 മിനിറ്റിലാണ് നമുക്ക് സെക്ഷൻ 1 ചെയ്യേണ്ടത്. മാത്സ് നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതിലല്ല, എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ എങ്ങനെ എക്സാമിന് ചെയ്യുന്നു. ഈ എല്ലാവരും എന്ത് ചെയ്യും, പഠിക്കും, ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ പഠിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ എങ്ങനെ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് മെത്തേഡ് അല്ല പറയുന്നത്. ഇത് എക്സാമിന് ഞാനായിരുന്നു പോരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഈ സൊല്യൂഷൻ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത CGL മെയിൻസിന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സെക്ഷൻ 1 ഇപ്പോൾ ഏകദേശം ഇതേ ലെവലിൽ അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള ലെവലിലായിരിക്കും വരുന്നത്. ഇത് വലിയ പ്രയാസമല്ല വന്നത്, എന്നാൽ വലിയ ഈസി അല്ല വന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കാൽക്കുലേഷനൊക്കെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് വേറെ എവിടെയും കിട്ടാത്ത, ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്ക് മലയാളം ചാനൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോർത്ത് ചാനൽ നോക്കിയാലും എന്ത് ചെയ്യത്തില്ല, ഇത്രയും സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ പറയുവാണ്, പക്ഷേ അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ ബെസ്റ്റ് സൊല്യൂഷൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, എക്സാമിന് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള മെത്തേഡല്ല പറയുന്നത്. യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. CGL മെയിൻസ് എഴുതുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ എല്ലാ എക്സാം എഴുതുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെയിൽവേ എഴുതുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണാം, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം, എന്നിട്ട് സ്വന്തമായിട്ട് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, CHSL മെയിൻസിൻ്റെ മാത്സിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആ ഒരു ആൻസർ കീയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് ഈക്വൽ ഡയഗണൽസ് ആൻഡ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് ഈക്വൽ ഡയഗണൽസ് ആൻഡ് ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈസ് ഓൾവേസ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലാണ്, അപ്പോൾ അതിന് ഈക്വൽ ഡയഗണൽസ്. അപ്പോൾ നമ്മുടെ റോംബസ് കാണുമ്പോൾ തന്നെ അറിയാൻ ഈക്വൽ ഡയഗണൽസ് അല്ല. റോംബസിൻ്റെ ഡയഗണൽസ് എന്താണ്, D1 D2 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ് അതിൻ്റെ ഡയഗണൽസിൻ്റെ വാല്യൂ നോക്കുന്നത്. ഒരിക്കലും റോംബസ് അല്ല. ട്രപ്പീസിയത്തിന് എന്താണ്, ഈക്വൽ ഓപ്പോസിറ്റ് സൈഡല്ല. ട്രപ്പീസിയത്തിൻ്റെ ഫിഗർ നിങ്ങൾക്ക് അറിയാം. കൈറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡല്ല, അതുപോലെ എന്തുമല്ല, ഡയഗണൽസ് ഈക്വലും അല്ല. അങ്ങനെ ഇല്ലാത്ത ഒറ്റ ഓപ്ഷനുള്ളത് റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ലെങ്ത് ഈക്വലാണ്, ബ്രെഡ്ത്തും ഈക്വലാണ്, ഡയഗണൽസും എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന മാർക്കാണ്. അടുത്ത ആവറേജ് ഓഫ് 11 റിസൾട്ട് ഈസ് 59 ആൻഡ് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് 10 ഈസ് 58. 11ാമത്തെ റിസൾട്ട്. അപ്പോൾ 10 ആവറേജ് എത്രയാണ്, 58ആണ്. ടോട്ടൽ 59 വേണ്ടത്. അപ്പോൾ 10 അവിടെ ഡീവിയേഷൻ എത്ര വന്നത്, -10 ഡീവിയേഷൻ വന്നത്, അല്ലെങ്കിൽ -10 കുറവാണ് വന്നത്. അപ്പോൾ 11ാമത്തെ ആൾക്ക് എന്തായാലും 59 എന്തായാലും വെള്ളേ കാണും. അതിൻ്റെ കൂടെ ബാക്കി എല്ലാവർക്കും ബാക്കി 10 പേർ കൂടെ കൊടുക്കാനുള്ള ഒന്ന് വെച്ച് അതായത് ഇവിടെ -10 ഡീവിയേഷൻ എത്ര വരുന്നത്, 1 കുറവ്, അങ്ങനെ 10 പേർക്ക് 10 ഗുണം -1 -10 ഡീവിയേഷൻ. അപ്പോൾ ഡീവിയേഷൻ എന്താണെന്നും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൺസെപ്റ്റ് പറയാനല്ല വന്നത്, സൊല്യൂഷൻ ചെയ്യാനാണ് വന്നത്. യെസ്, ഇപ്പോൾ -10 ഇവിടെ ഡീവിയേഷൻ. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സിന് +10 ആയിരിക്കും. ഈ -10 ഇവിടെ കുറയുന്നത് ബാക്കിയുള്ള ഒരു നമ്പർ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ 59 കൂടെ 59 എന്തായാലും ഉണ്ട്, അതിൻ്റെ കൂടെ എന്തായിരിക്കും, 10 കൂടുതലായിരിക്കും, അതായത് 69 ആയിരിക്കും ബാക്കിയുള്ള ആ നമ്പർ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഇൻക്രീസ് ഓഫ് 40% ഈസ് ഒബ്സർവ്ഡ് ഓൺ ആൻ എമൗണ്ട് ഇൻ 4 years ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ 40% 4 വർഷം ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വർഷം എത്രയാണ്, 10%. വാട്ട് വിൽ ബി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 80,000 ആഫ്റ്റർ 4 years അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ 10% ഇൻട്രസ്റ്റ്, അങ്ങനെ 4 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്താൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 46.41%. 10% വെച്ചുള്ള കാര്യങ്ങളെല്ലാം അർജുന ബാച്ചിൽ ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അത് കാണുക. അപ്പോൾ ഇതിൻ്റെ 46.41% വേണ്ടത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 8 ആയിരിക്കും. അപ്പോൾ ഇതല്ല ആൻസർ, 8 ആയിരിക്കും. ഇതിൻ്റെ 46.41 എന്ന് വെച്ചാൽ 40% കൂടുതലാണ്. അപ്പോൾ 80,000-ൻ്റെ 10% 8,000 പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് 11.5 മണിക്കൂർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. 10% 8,000, 40% എന്ന് പറഞ്ഞാൽ 32,000 കൂടുതലാണ്. അപ്പോൾ യൂണിറ്റ് 8 32,000 കൂടുതലും വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്, യൂണിറ്റ് 8 വരുന്ന 32,000 കൂടുതലുള്ള ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. ഒരു പേന ഞാൻ എടുത്തില്ല, ഇതിന് ഞാൻ പേന എടുത്തിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പേന എടുത്തോ, കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് പേനയുടെ ആവശ്യമില്ല, ഈ ക്വസ്റ്റിനകത്ത് പേനയുടെ ആവശ്യമില്ല. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ പേന എടുക്കാതെ ചെയ്തു. ഞാൻ ഫാസ്റ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ എങ്ങനെ സൊല്യൂഷൻ ചെയ്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇത് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല, ഒരു ക്ലാസ്സിലും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. യെസ്, ഇവിടെ നോക്കൂ, വാല്യൂ ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ബോർഡ് മാസ് അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് ഓഫ് ചെയ്യേണ്ടത് 8 എന്ന് പറഞ്ഞാൽ 64, 8/6 1/8, പിന്നെ ഇൻറ്റു ചെയ്യുക, 24 ഇൻറ്റു 1/8 3 വരും. യെസ്, പിന്നെ മൈനസ് 5 + 3 - 8/8 × 4. അപ്പോൾ 8/8 1 1 × 4 4 4 ഇവിടെ വരെ കറക്റ്റാണ്.
5 + 3 മൈനസ് 8/8 × 4. അപ്പോൾ 1 × 4 4. അപ്പോൾ 4 അല്ല, 8/8 1 ആണ്. 8/8 അവിടെ നിൽക്കട്ടെ. 4/4 ആദ്യം 16 ചെയ്തു. അപ്പോൾ 16 × 1 എന്ന് വെച്ചാൽ ഇവിടെ 16 വരും. ഇത് മൈനസ് 1 ആണ്. 8/8 1 ആണ്. ഇത് 4/4 ആദ്യം ചെയ്യണം, ഓഫ് ആദ്യം ചെയ്യണം. 16 × 8/8, 16 × 1 16. ഇപ്പോൾ -16 എന്ന് വരും. 8 - 16 -8. ഓപ്ഷൻ സി കൊടുക്കാം. സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റിന് ഒരുപാട് ഷോർട്ട് കട്ട് ഒന്നും വിചാരിക്കേണ്ട, അങ്ങനെ ചെയ്താൽ മതി. യെസ്, അടുത്ത് ദിസ് അമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 5% per annum എമൗണ്ട്സ് ടു ഇത്രയും മീൻസ് 6 years. ഫൈൻഡ് ദ സം. അപ്പോൾ 5 വർഷം കൊണ്ട് 5% വെച്ച് 6 വർഷം കൊണ്ട്, അതായത് സമ്മിൻ്റെ എമൗണ്ടാണ് 130%. അപ്പോൾ സമ്മിൻ്റെ 130% തന്നിട്ടുള്ളത്. നമുക്ക് സം 100% വേണ്ടത്. അപ്പോൾ 130ൻ്റെ വാല്യൂ അറിയാം, 100 വേണം. അപ്പോൾ ബൈ 13ൻ്റെ വാല്യൂ അറിയാം, 416. നമുക്ക് 10ൻ്റെ വാല്യൂ വേണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 130ൻ്റെ വാല്യൂ 100ൻ്റെ വാല്യൂ. യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എല്ലാത്തിൻ്റെ അവസാനം 0 ഉണ്ട്. ഇവിടെ 3നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 6 വരും. 2 വന്നെങ്കിലേ പറ്റൂ. അപ്പോൾ 2 നമ്മുടെ ആൻസർ അവസാനിക്കുന്നത്. അങ്ങനെയുള്ള ഓപ്ഷൻ 200. ഓക്കെ, എവിടെ തെറ്റോ? 4 ഇവിടെ ഒരു 0 ഉണ്ട്. 2 0 ഉണ്ട് എല്ലാത്തിനും. ഇവിടെ 2 0 2 0 2 0 2 0 2 0 എല്ലായിടത്തും ഉണ്ട്. അടിയിൽ 2 ഇല്ല 5 ഇല്ല. അപ്പോൾ ഈ പൂജ്യങ്ങൾ എന്ത് കാണും? ഇവിടെ തന്നെ കാണും. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ യൂണിറ്റ് 2 0 ആയിരിക്കും അവസാനം. എന്നിട്ട് അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 വരും? 3നെ 2 കൊണ്ട് ഗുണിച്ചാലേ പറ്റൂ. അപ്പോൾ 200 അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ഉള്ളൂ. വേണ്ടുന്നവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കഴിഞ്ഞ CGL നടന്ന സൊല്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതേപോലെ PDF, അതാകുമ്പോൾ എനിക്ക് ഈ PDF നിന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ചാനലിൽ നിന്നും, QMax എന്ന് പറയുന്ന ചാനലിൽ നിന്ന് എനിക്ക് PDF എടുത്താൽ മതി. നിങ്ങൾക്ക് ഇതേപോലെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. നിങ്ങളുടെ റെസ്പോൺസ് നല്ല കുറവാണ്. നല്ല കുറവെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാരെ. ഈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ കുറേ പേര് ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് പോയാൽ ഞാൻ എന്ത് ചെയ്യാം? അതനുസരിച്ച് കൺസിഡർ ചെയ്യാം. എല്ലാ ഷിഫ്റ്റിൻ്റെയും സൊല്യൂഷൻ വേണമെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യാം. ഇതുപോലെ എങ്ങനെ ചെയ്യണം, എക്സാമിന് എങ്ങനെ ചെയ്യണമെന്ന് മാക്സിമം നമ്പർ ഓഫ് സീരീസ് ഞാൻ ചെയ്യാം. ഓരോ ഷിഫ്റ്റ് വൈസ് ഇതേപോലെ എടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോഴും നമ്മുടെ ചാനലിൽ 7000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഇത്രയും ക്വാളിറ്റിയിൽ കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരു ചാനൽ ഇത്രയല്ല, ഇങ്ങനെയല്ല പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. അടുത്ത്, സന്ദീപ് മേഡ് എ പ്രോഫിറ്റ് ഓഫ് 22% വെൻ സോൾഡ് ആൻഡ് ഓവർ കോട്ട് ഫോർ 84, 85, 40. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ഓവർ കോട്ട്. അപ്പോൾ 8540 വിറ്റപ്പോൾ 22% ലാഭം കിട്ടി. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 122% ഈ 8540 എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 100%. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 8540. ഓക്കെ, എത്രൻ്റെ മൾട്ടിപ്പിളാണ്? ഡിസം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിസം അപ്ലൈ ചെയ്യുമ്പോൾ താഴെ എന്ത് വരും? 4 1 5, മേലിൽ 2 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ 2 2 8 16 7 വരും ഡിസം. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതല്ല 11, ഇതല്ല 12 3, ഇതാണ്. ഇതല്ല. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ ഡിസം 7 ഉള്ളത്. ഡിസമ്മിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട് അർജുന ബാച്ചിൽ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ. ഒരു ഡൈ കാസ്റ്റ് ട്വൈസ്. 2 വട്ടം ഡൈ എറിയുന്നു. കോയിൻ 3 വട്ടം എറിയുന്നു. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡൈ വിൽ ടേൺ എ 5 ഈച്ച് ടൈം ആൻഡ് ദ കോയിൻ വിൽ ടേൺ എ ഹെഡ് എവരി ടൈം. അപ്പോൾ ഇവിടെ ഡൈ എന്ന് പറയുന്നത് 6 വശങ്ങളാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു വട്ടം എറിയുമ്പോൾ നമുക്ക് എന്ത് വേണം? 5 വേണം. അപ്പോൾ അതിനകത്ത് 5 വരണമെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്താ? 1/6 ആണ്. 2 വട്ടം എറിയുന്നുണ്ട്. അപ്പോൾ ആൻഡാണ്. 2 വട്ടം എറിയുന്നതെന്ന് പറഞ്ഞാൽ 2 സംഭവിക്കുന്നതാണ്. അപ്പോൾ 1/6 × 1/6 ആണ് നമ്മളുടെ ഡൈ എറിയുമ്പോൾ 5 വരാനുള്ള. 2 ഡൈ എറിയുന്നതുകൊണ്ട് 2 വട്ടം 1/6 കൊടുത്തു. ടോട്ടൽ 6 ഔട്ട്കമാണ് വരുന്നത്. ഒന്നുകിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അതിനകത്ത് 5 വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 1/6 ആണ് അതിൻ്റെ പ്രോബിലിറ്റി. രണ്ടാമത് ഒരെണ്ണം കൂടെ എറിയുമ്പോഴും ഇൻറ്റു 1/6. ഇനി ഇവിടെ എന്താ? നടുക്ക് ആൻഡാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് ഇൻറ്റു കൊടുക്കുക. ഇത് ഡൈസിൻ്റെ കാര്യമാണ്. ഇനി കോയിൻ എറിയുമ്പോൾ എന്താ വരേണ്ടത്? ഹെഡ്. എല്ലാ വട്ടവും ഹെഡ് വരണം. ഹെഡ് വരണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിലാണ് വരുന്നത്. ഹെഡ് വരേണ്ട പ്രോബിലിറ്റി എത്രയാണ്? 1/2 ആണ്. അങ്ങനെ എത്ര കോയിനുണ്ട്? എത്ര തവണ എറിയുന്നുണ്ട്? 3 തവണ. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2ൻ്റെ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അടിയിൽ 6 6 6 6, അതായത് അടിയിൽ 3ൻ്റെ മൾട്ടിപ്പിൾ വരും. ഇതല്ല കാര്യം, മേളിലെല്ലാം 1 ആണ്. ഇത് 3ൻ്റെ മൾട്ടിപ്പിളാണോ? 9ൻ്റെ മൾട്ടിപ്പിളാണോ? അതെ, 9ൻ്റെ മൾട്ടിപ്പിൾ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അതോ അടിയിൽ എന്ത് വന്നേ പറ്റൂ? 9ൻ്റെ മൾട്ടിപ്പിൾ വന്നേ പറ്റൂ. ഇതിൽ മാത്രമേ എന്തുള്ളൂ? അടിയിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന വഴി നിങ്ങൾ നോക്കിക്കോണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രോബിലിറ്റിയുടെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോബിലിറ്റിയുടെ ക്ലാസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് മെയിൻസിന് മുമ്പേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത്, ഇഫ് 88 ഈസ് റീപ്ലേസ്ഡ് ബൈ 93 ആൻഡ് 41 ഈസ് റീപ്ലേസ്ഡ് ബൈ 47. അപ്പോൾ മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതണമെന്നൊക്കെ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണുക. ഞാൻ അടുത്ത സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്കിപ്പ് ചെയ്യണോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ക്വസ്റ്റിനകത്ത് സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലായിരുന്നു. 88 ഈസ് റീപ്ലേസ്ഡ് ബൈ 93, 41 ഈസ് റീപ്ലേസ്ഡ് ബൈ 47 ഇൻ ദ ഫോളോയിങ് ഒബ്സർവേഷൻ. ദെൻ വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ന്യൂ മീഡിയൻ ആൻഡ് പ്രീവിയസ് മീഡിയൻ. ഇപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആ സീരീസിനെ എഴുതിയിട്ട് അതിൻ്റെ മിഡിലിൽ വരുന്ന വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര നമ്പറുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 നമ്പറുണ്ട്. അപ്പോൾ 11 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ വരുന്ന എത്രാമത്തെ നമ്പറാണ്? ആറാമത്തെ നമ്പറാണ്. 11 + 1 + 2 അതിൻ്റെ കൂടെ 1 കൂട്ടുക /2. അതായത് ലെഫ്റ്റിൽ 5 എണ്ണം റൈറ്റിൽ 5 എണ്ണം നടുക്ക് കേൾക്കുന്ന ആറാമത്തെ നമ്പർ. അപ്പോൾ നമ്മൾ ചെറുതിൽ നിന്ന് വലുതോട്ട് എഴുതാം. ചെറുതിൽ നിന്ന് വലുതോട്ട് എഴുതുമ്പോൾ ഞാൻ എന്തായാലും എഴുതാം, ഇതിനകത്ത് എഴുതാം. അപ്പോൾ ഇത് കുറേ നമ്പറുണ്ട്. അപ്പോൾ ചെറുത് ഏതായതിനകത്ത് 35 തോന്നുന്നു. അതെ 35. നമുക്ക് ആറാമത്തെ നമ്പർ മതി. 6 നമ്പറാകുമ്പോൾ നിർത്താം. 35. പിന്നെ അടുത്ത വലുതേതാ? 41. പിന്നെ അടുത്ത വലുതേതാ? 46. പിന്നെ 48. പിന്നെ 48 കഴിഞ്ഞാൽ അടുത്തേതാ? 48 കഴിഞ്ഞാൽ 55. ഓക്കെ. 1 2 3 4 5 അടുത്ത നമ്പർ 55 കഴിഞ്ഞതാ? 56 അല്ലേ? 55 കഴിഞ്ഞാൽ 56. അപ്പോൾ നമുക്ക് 56 ഇപ്പോൾ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്, ആറാമത്തെ നമ്പർ. ഇനി ഇവിടെ എന്തുണ്ട്? എത്ര നമ്പറുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 നമ്പറാണ് ഉള്ളത്. ഇവിടെ പറയുന്നു ഇപ്പോൾ മീഡിയൻ എത്രയാണ്? 56 മീഡിയം. മിഡിൽ വരുന്നത് ആറാമത്തെ നമ്പർ 56. ഇനി ഇവർ പറയുന്നു 88 ഈസ് റീപ്ലേസ്ഡ് ബൈ 93. അപ്പോൾ 88 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ റീപ്ലേസ്മെൻ്റ് ആണ്. 41 ഈസ് റീപ്ലേസ്ഡ് ബൈ 47. ഈ 41 കളഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് ഇവിടെ എന്ത് വരും? 47 വരും. പക്ഷേ ഇവിടെ റീപ്ലേസ്മെൻ്റ് ആണ്. റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പറിൽ ചേഞ്ച് ഇല്ല. 11 നമ്പറാണെങ്കിൽ ഇപ്പോഴും എത്രയാണ്? 11 നമ്പറാണ്. അപ്പോൾ മീഡിയൻ എന്ത് ചെയ്തില്ല? ചേഞ്ച് ചെയ്തില്ല. കാര്യം ഇവിടെ ഒരെണ്ണം അധികം വന്നു, റീപ്ലേസ് ആയി. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം റീപ്ലേസ് ആയി. ഇവിടെ 4 എണ്ണം, ഇത് കഴിഞ്ഞിട്ട് 5 എണ്ണം ഉണ്ട്, ഇവിടെ ഇത് കഴിഞ്ഞിട്ട് 5 എണ്ണം ഉണ്ട്. മിഡിൽ ഉള്ള നമ്പർ മാറത്തില്ല, അതായത് മീഡിയൻ മാറത്തില്ല. ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും 56 തന്നെയാണ്. ഇപ്പോൾ ഡിഫറൻസ് എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. തരുൺ ഗീവ്സ് ഹരിയെ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 60 സെക്കൻഡ് റേസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ തരുണും ഹരിയുണ്ട്, 60 സെക്കൻഡ് കൊടുക്കുന്നു, 2400 മീറ്റർ റേസാണ്. ആൻഡ് സ്റ്റിൽ ബീറ്റ്സ് ഹിം ഇൻ 14 സെക്കൻഡ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ തരുണും ഹരിയും ആദ്യം എന്ത് ചെയ്തു? 60 സെക്കൻഡിൻ്റെ ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹരി ഇത്രയാണ് ഓടിയത്, തരുൺ ഇവിടെ എത്തി. അപ്പോൾ തരുൺ ജയിച്ചത് എത്ര സെക്കൻഡാണ് ജയിച്ചത്? തരുൺ എത്ര സെക്കൻഡാണ് ജയിച്ചത്? ബീറ്റ്സ് ഹിം ബൈ 40 സെക്കൻഡ്. അതായത് 40 സെക്കൻഡ് എന്ത് ചെയ്തു? അവൻ ജയിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? തരുൺ ഫിനിഷിംഗ് ലൈനിൽ എത്തിക്കഴിഞ്ഞ് 40 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആരെത്തിയത്? ഹരി എത്തിയത്. ഹരി തുടങ്ങുന്നതിനും 60 സെക്കൻഡ് മുന്നേ ഉള്ള ദൂരത്തിൽ ആര് തുടങ്ങി? നമ്മുടെ ഹരി തുടങ്ങി. തരുൺ തുടങ്ങുന്നതിനേക്കാൾ 60 സെക്കൻഡ് മുന്നേ ഹരി തുടങ്ങി. അല്ലെങ്കിൽ ഹരി 60 സെക്കൻഡ്, തരുൺ 60 സെക്കൻഡ് ഓടാനുള്ള ആ ഒരു ഗ്യാപ്പിന്, ആ ഡിസ്റ്റൻസ് കൂടുതൽ ഹരി നിന്നുണ്ടായിരുന്നു ആദ്യമേ. ഇനിഷ്യലി 60 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു. ഹരി ഓടിക്കഴിഞ്ഞ് 60 സെക്കൻഡ് കഴിഞ്ഞാണ് തരുൺ ഓടിയത്. ഇനി 40 സെക്കൻഡിന് മുമ്പേ എന്ത് ചെയ്തു? ഫിനിഷും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 60 സെക്കൻഡ് 40 സെക്കൻഡ് 100 സെക്കൻഡിൽ ഹരിയെ വെച്ച് നോക്കുമ്പോൾ ഹരി 100 സെക്കൻഡിൽ ഓടുന്ന ദൂരം ഹരി ഓടിയിട്ടില്ല. ഹരി 60 സെക്കൻഡ് ഓടേണ്ട ദൂരവും ഹരി 40 സെക്കൻഡ് ഓടേണ്ട ദൂരം. അപ്പോൾ ഹരിയുടെ സ്പീഡ് എത്രയാണ്? 6 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെ 100 സെക്കൻഡിൽ അയാൾ എത്ര ഓടും? 600 മീറ്റർ ആയിരുന്നു ഓടേണ്ടത്. 600 മീറ്റർ അവ ഓടിയിട്ടില്ല. തരുൺ എത്ര ഓടിയിട്ടുണ്ട്? തരുണും ഹരിയും, തരുൺ 2400 മീറ്റർ ഓടിക്കാണും ഫിനിഷ് ആവണമെങ്കിൽ. ഹരി എത്ര ഓടിയിട്ടുള്ളൂ? ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ദൂരം ഓടിയിട്ടുള്ളൂ. ഹരി ഇത്രയും പിന്നിലാണ്. ഹരി എത്ര? 600 കുറച്ച് 2400 നിന്ന് 600 കുറച്ച് 1800 ഹരി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 പോയി നമുക്ക് 6 വെച്ച് കിട്ടുമ്പോൾ 4:3 കിട്ടും. അപ്പോൾ ഇത് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. തരുണും ഹരിയും ഓടിയ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. ഇവിടെ എന്താണ്? ടൈം സെയിം ആണ്. രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. റേസ് അവസാനിച്ചവരെ രണ്ടുപേരും എടുത്ത സമയം എന്താണ്? സെയിം തന്നെയാണ്. സമയം സെയിം ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും എന്തിൻ്റെ റേഷ്യോ? ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെയും സ്പീഡിൻ്റെയും റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടി 4:3. അപ്പോൾ ഇതിനകത്ത് 3യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 6 മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. 4ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 3ൻ്റെ വാല്യൂ 6 ആണെങ്കിൽ 4ൻ്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. ഇതാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റേസിൻ്റെ ക്ലാസ്സും സർക്കുലർ റേസും ലീനിയർ റേസും ഞാൻ എന്ത് ചെയ്യാം? ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അടുത്ത ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin⁻6 cos⁻6 3 sin². ഓക്കെ, sin⁻4 - cos⁻4 cos⁻6². ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. കാര്യം ഓപ്ഷനകത്ത് എല്ലാം വാല്യൂ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചുമ്മാ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചോണം, ഇവിടെ കൊസീക്ക് ഉണ്ട്. കൊസീക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് കൊടുക്കരുത്? 0 കൊടുക്കരുത്. കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റിയാണ്. ഇപ്പോൾ 90 കൊടുക്കാം. 90 കൊടുക്കുമ്പോൾ cos 90 ഇത് 0 ആയി പോവും, ഇത് 0 ആയി പോവും. cos 90 0 ആണ്, ഇത് 0 ആയി പോവും. ഇത് 1 ആണ്. അപ്പോൾ ഇവിടെ 1 വരും. 1 മൈനസ് sin⁻4 മൈനസ് 1 + 1 1 + 1 2 കിട്ടും. ഇൻറ്റു 1 ആണ്. cos⁻² എന്ന് പറഞ്ഞാൽ cosec 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 1 - 2 - 1 ഓപ്ഷൻ 2 ആൻസർ കൊടുക്കാം. ഇവിടെ നിങ്ങളല്ലാതെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ.
ഒരു ടോയ് ഉണ്ടാക്കാൻ ഹെമിസ്ഫിയർ ഈസ് അറ്റാച്ച്ഡ്. ഈ ക്വസ്റ്റിനെ കാണുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ഇതിൽ സെക്കൻഡ് റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻ ഓക്കെ. ഫോർ മേക്കിംഗ് എ ടോയ് എ ഹെമിസ്ഫിയർ. ഓക്കെ, ഹെമിസ്ഫിയർ ഈസ് അറ്റാച്ച്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ സിലിണ്ടർ ആൻഡ് എ കോൺ ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ അതർ എൻഡ് ഓഫ് എ സിലിണ്ടർ. അപ്പോൾ ആ ഫിഗർ എങ്ങനെ ഇരിക്കും? നമ്മുടെ സിലിണ്ടറാണിതെങ്കിൽ ഒരു സൈഡിൽ എന്താണ്, കോൺ. അപ്പോൾ മുകളിൽ നമുക്ക് കോൺ വരയ്ക്കാം, താഴെ എന്താണ്, ഒരു ഹെമിസ്ഫിയർ, ഇതേപോലെ ഒരു ഹെമിസ്ഫിയർ. അപ്പോൾ ഇത്രയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ അവർ പറയുന്നത്? സിലിണ്ടർ, കോൺ ആൻഡ് ദ ഹെമിസ്ഫിയർ ഹാവ് എ കോമൺ റേഡിയസ്. ഇവിടെ ഇതിന് 4.2 ആണ് കോമൺ റേഡിയസ്, ഇതെന്താണ് 4.2 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കും, ഇതും എന്തായിരിക്കും 4.2 ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദാറ്റ് ഓഫ് കോൺ ഈസ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും ഹൈറ്റ് എത്രയാണ്? ഇത് 7 ആണ്, ഇതും 7 ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടോയ്. മൊത്തത്തിൽ വേണം. മൊത്തത്തിൽ വോളിയം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓരോന്നിലൊന്ന് എഴുതി നോക്കാം, എന്നിട്ട് കാൽക്കുലേഷൻ വല്ല ട്രിക്ക് കൊണ്ടുവന്ന് നോക്കാം. അപ്പോൾ കോണിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 1/3 പൈ ആർ സ്ക്വയർ. ആർക്ക് എന്ന് പറഞ്ഞാൽ 4.2ൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്, പ്ലസ് സിലിണ്ടറിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ വെച്ചാണ്, പൈ ഇൻറ്റു റേഡിയസ് 4.2ൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് 7 ആണ്, പ്ലസ് ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 പൈ ആർ ക്യൂബ്, 2/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് 4.2ൻ്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ എല്ലാത്തിനകത്തും എന്തുണ്ട്? പൈ ഉണ്ട്. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആൻസർ എന്തായിരിക്കും? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. 13, 11, 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 8, 14, ഇവിടെ 8 വരുന്നുള്ളൂ, 11ൻ്റെ അല്ല. 7, 13, 7, 14, 11ൻ്റെ അല്ല. ഇത് 8, 8 വരും 15, ഇവിടെ 9, 9 വരും 15, 11ൻ്റെ മൾട്ടിപ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിലോ? ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്രോക്സിമേറ്റഡ് ആണ് ആൻസർ എന്ന് പറയാം. ഇനി അടുത്ത ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലായിരുന്നെങ്കിലോ? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇതിലെന്തുണ്ട്? 4.2 എന്ന് പറഞ്ഞാൽ 21, 3 ഉണ്ട്. 4.2ൻ്റെ ക്യൂബ് ഉണ്ട്, അതായത് ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഇതിനകത്ത് 9 ഉണ്ട്, രണ്ടാമത്തെ ടൈമിൽ 9 ഉണ്ട് 4.2-നകത്ത്. ഇതിനകത്ത് 9 ഇല്ല, ഇതിനകത്ത് 3 ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, നോട്ട് ഇൻ 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലായിരിക്കും. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 13, 15, 21, 9, 30. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ എന്നാൽ 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. എല്ലാത്തിനകത്തും എന്തുണ്ട്? 7 ഉണ്ട്. അടുത്തത് 7 വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവിടെ 11 തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, നൈസ് ക്വസ്റ്റ്യനാണ്. അടുത്ത AB CD ട്രപ്പീസ് ആണ്. AB പാരലൽ ടു CD ആണ്. EF മിഡ് പോയിൻ്റ് ഓഫ് നോൺ പാരലൽ സൈഡ്സ് ആണ്. EF ഈസ് പാരലൽ ടു AB ആണ്. അപ്പോൾ പാരലാണ്. AB 28, CD 18, ഫൈൻഡ് EF. അതായത് ഒരു ട്രപ്പീസ്യത്തിൽ മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ ലൈൻസിൻ്റെ പാരലായിട്ടുള്ള സൈഡ്സിൻ്റെ സമ്മിൻ്റെ പകുതിയായിരിക്കും. അപ്പം 28ഉം 18, ഒന്നെങ്കിൽ ഇതിൻ്റെ പകുതി കൂട്ടിയാൽ 14, 9, 23. ഓപ്ഷൻ സി. പെൻ എടുക്കണ്ട, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇനി ഫിഗർ വരച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. ABCD ആണെങ്കിൽ ഇത് 2 പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ. EF എന്താണ്? മിഡ് പോയിൻ്റ് ആണ്. ഇയും F മിഡ് പോയിൻ്റ് ആണ്. നോൺ പാരലൽ സൈസിലുള്ളത് EF പാരലൽ ടു AB ആണ്. ഇത് 3 പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 28 + 18/2 ആയിരിക്കും 23. 42 പകുതി 23. അടുത്ത കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് ആൻ ഇലക്ട്രോണിക് മെഷീൻ ഡിക്രീസസ് ബൈ 5%, 10%, 15% ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 3 years. വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് മെഷീൻ ആഫ്റ്റർ 3 years ഇഫ് ദ വാല്യൂ അറ്റ് ദ ബിഗിനിങ് 8,000. അപ്പോൾ 8,000 ആയിരുന്നെങ്കിൽ എത്ര കിട്ടിയാണ്? ഇത് നോർമലായിട്ട് ചെയ്യാൻ നിന്ന് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ 8,000ത്തിൻ്റെ സാധനം 5% കുറഞ്ഞു എന്ന് വെച്ചാൽ ഇതിൻ്റെ 95% ശതമാനം ബൈ 100 ഉണ്ട്. പിന്നെ 10% കുറഞ്ഞാൽ ഇതിൻ്റെ 90%. അപ്പോൾ ഇവിടെ 90% എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതല്ല 13, 14, 4, 18. 9ൻ്റെ മൾട്ടിപ്പിൾ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാം? പെൻ എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. ഒരു കാര്യം 10% ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ 90% ആവുകയാണ്. ഇവിടെ ഇൻറ്റിജറാണ്, ആൻസർ എല്ലാം ഇൻറ്റിജറാണ്. 90% ആവുമെന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? 9 ഉണ്ട്. 9 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈസി ആയിട്ട് ചെയ്യാം. അല്ലാതെ കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, സമയം എടുക്കും. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളും എഴുതി ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം അതാണ് നിങ്ങളെ ടൈം മാനേജ്മെൻറ്റിന് വ്യത്യാസം വരുന്നത്. ആൻസർ കൈ നോക്കുമ്പോൾ ഒരാൾക്ക് മാത്സിൽ 60 ക്വസ്റ്റ്യനിൽ 60 എഴുതി, അല്ലെങ്കിൽ മാത്സ് റീസണിങ് കൂടെ 150 മാർക്ക് വാങ്ങുന്നു. ഒരാൾ 130, 140 അല്ലെങ്കിൽ 150 റേഞ്ച് വാങ്ങുന്നതിനുള്ള കാരണം അതാണ്. അത് മനസ്സിലാക്കുക. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള പഠനം ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് നമ്മൾ പഠിക്കുന്നതും അതുപോലെ ചെയ്യുന്നതും. അതിനാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആരും നിങ്ങൾക്കിത് പറഞ്ഞു തരത്തില്ല.
ഒരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. യെസ്, അടുത്ത് നോക്കാം. ദ വെയ്റ്റ്സ് ഓഫ് 7 കസിൻസ് ഇൻ എ ഫാമിലി ഇത്രയാണ്. ഫൈൻഡ് ദ മീഡിയം വെയ്റ്റ്. അപ്പോൾ മീഡിയം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങിലോ എഴുതുക. മിഡിലുള്ളത് എത്രാമത്തെ നമ്പറാണ്? 1 2 3 4 5 6 7 7 ഉണ്ടെങ്കിൽ 4ാമത്തെ നമ്പറായിരിക്കും മിഡിലുള്ളത്. 7 + 1/2. അപ്പോൾ 4ാമത്തെ നമ്പർ നോക്കാം. എഴുതേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറുത് ഏതാ? 54. അത് 1ാമത്തെ നമ്പർ. അടുത്ത 55 രണ്ടാമത്തെ, 59 മൂന്നാമത്തെ, 4ാമത്തെ 60 60 നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു പേനയുടെ ആവശ്യമില്ല. അപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിനും പോയിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റൂ. അതിനാണ് അർജുന ബാച്ച് അതുപോലെ തുടങ്ങിയിട്ടുള്ളത്. യെസ്, അടുത്ത് ഒരാളുടെ ഏജ്, എ മാൻസ് ഏജ് ഈസ് 4 times ദ സം ഓഫ് ഏജ് ഓഫ് ഹിസ് 3 ചിൽഡ്രൻ. അപ്പോൾ ഞാൻ മാൻ്റെ ഏജ് ഞാൻ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഏജ് ഈസ് 4 times ദ സം ഓഫ് ഏജ് ഓഫ് 3 ചിൽഡ്രൻ. സം ഓഫ് ഏജസ് ഓഫ് 3 ചിൽഡ്രൻ വൈ കൊടുക്കുകയാണ്. ആഫ്റ്റർ 6 years ദ ഏജ് വിൽ ബി ട്വൈസ് ദ സം ഓഫ് ഏജ്. വാട്ട് ഈസ് എ മാൻസ് പെർസെൻറ്റേജ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പണി ചെയ്യാം. ഇങ്ങനെ എക്സ് ഒക്കെ വെച്ച് ചെയ്താൽ ഒരുപാട് സമയം നിങ്ങൾക്ക് കളയേണ്ടി വരും. യെസ്, ഇവിടെ നോക്കേ, എക്സ് വെച്ചുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും. നിങ്ങൾ വേറെ ചാനൽ നോക്കുമ്പോൾ കിട്ടും. ഇവിടെ നോക്കേ, ഒരു ആളുടെ ഏജ് 4 times ദ സം ഓഫ് ഏജ് ഓഫ് 3 ചിൽഡ്രൻ. അപ്പോൾ ഒരാളുടെ ഏജ് 4 times എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഏജ് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് സം ഓഫ് ഏജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജറാണ്. ഇത് ഇൻറ്റിജറാണ്. ഇൻറ്റിജർ ആയതുകൊണ്ട് അടിയിൽ 4 ഒന്നും വരത്തില്ല. അപ്പോൾ ഈ മാൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ 4ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഇത് 4ൻ്റെ അല്ല, ഇത് 4ൻ്റെ അല്ല. ഇത് രണ്ട് ഏതെങ്കിലുമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പമായിട്ടുള്ളത് 60 എടുക്കാം. അപ്പോൾ 60 അയാളുടെ ഏജെങ്കിൽ അസ്യൂം ചെയ്യുകയാണ്. എനിക്കറിഞ്ഞൂടെ 60 56 അറിയില്ല. 60 ഞാൻ എടുക്കുമ്പോൾ കാര്യം എളുപ്പം. 60 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്, 10ൻ്റെ മൾട്ടിപ്പിളാണ്. 60 എടുക്കുമ്പോൾ ഇത് 4 times സം ഓഫ് ഏജ് ഓഫ് 3 ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ്റെ സം എത്ര ആവും? 15 വയസ്സാവും. ഇതിൻ്റെ 4 മടങ്ങാണ് 60 എന്ന് പറയുന്നത്. അപ്പോൾ 3 പിള്ളേരുടെ സമ്മ് 15. ആഫ്റ്റർ 6 years ഇവൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്? 66. മാൻസ് ഏജ് ഈസ് 4 times ദ സം ഓഫ് ഏജ്. ഓക്കെ, ആഫ്റ്റർ 6 years എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ്റെ വയസ്സ് എത്ര ആവും? ഈ 15ൻ്റെ കൂടെ 3 പേർക്ക് കൂടെ എത്ര വയസ്സ് കൂടും? 6. ആദ്യത്തെ കൊച്ചിനും 6 വയസ്സ് കൂടും, രണ്ടാമത്തെ കൊച്ചിനും 6 വയസ്സ് കൂടും, മൂന്നാമത്തെ കൊച്ചിനും 6 വയസ്സ് കൂടും. 3 പേർക്കും 6 വയസ്സ് വെച്ച് കൂടി 18 കൂടും. അങ്ങനെ അവരുടെ സം എത്ര ആവും? 33 ആവും. അപ്പോൾ അവർ 6 വർഷം കഴിയുമ്പോൾ അവരുടെ സം 33 ആവും. ഈ മാൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാവും. അതായത് 66 വയസ്സാവും. എന്ത് ചെയ്തു? നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ 4 നമുക്ക് ആൻസർ കൊടുക്കാം. ഇങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്യണമെങ്കിൽ എന്ത് പറയണം? എക്സ് ആണ് അയാളുടെ ഇതെങ്കിൽ മറ്റവരുടെ 4 × y ആണ്. ആഫ്റ്റർ 6 years x + 6 ആവും. വിൽ ബി ട്വൈസ് ഓഫ് സം ഓഫ് ഏജസ് ഓഫ് 3 ചിൽഡ്രൻ. y + 18 ആവും അല്ലേ? y + 18 ആവും അല്ലേ? ചിൽഡ്രൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ 18 കൂടും. പിന്നെ അത് എന്ത് ചെയ്യണം? എക്സും വൈയും കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എക്സ് എന്തേ കിട്ടത്തുള്ളൂ? എക്സ് എന്ന് പറഞ്ഞാൽ 16 കിട്ടത്തുള്ളൂ. യെസ്, ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തൊരു പാർട്ട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ. യെസ്, ചെയ്യാം. ABC jointly started a business in which A invested ഇത്രയും രൂപ for 12 months, B invested ഇത്രയും for 10 months, C invested ഇത്രയും for 6 months. A was a working member for which he received 20% of the profits as its remuneration. The total profit earned at the end of 1 year തന്നിട്ടുണ്ട്. സിയുടെ ഷെയറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവരുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എല്ലാത്തിൽ നിന്നും 3 പൂജ്യം കളയാം. 7 × 12 ഇവനിട്ടു, മറ്റവൻ 8 × 10 ഇട്ടു, മറ്റവൻ 12 × 6 ഇട്ടു. ഇവരുടെ റേഷ്യോ നമുക്ക് എടുക്കാം. റേഷ്യോ എത്ര എടുക്കാം? കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയല്ലോ. കോമൺ ആയിട്ടുള്ളത് ഇതിൽ 4 യെസ്, 4 കളയുമ്പോൾ ഇവിടെ 3 വന്നു, 4 കളയുമ്പോൾ ഇവിടെ 2 വന്നു, 4 കളയുമ്പോൾ ഇവിടെ 3 വന്നു. അപ്പോൾ എത്ര എടുക്കാം? 21:20:18. ഇതാണ് ഇവരുടെ റേഷ്യോ. ഇതിനകത്ത് എത്ര രൂപയാണ് എക്ക് പോകുന്നത്? ടോട്ടലിന് 20% ആർക്ക് പോകും? എക്ക്. എ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് മെമ്പറാണ്. എക്ക് 20% പോയി. അതായത് കിട്ടിയ 14,750-ൻ്റെ 20% പോയി. അപ്പോൾ ബാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സിക്ക് എത്ര കിട്ടും? ബാക്കി ഡിവൈഡ് ചെയ്യുന്നത് എത്രയാണ്? 14,750-ൻ്റെ 80%. അപ്പോൾ 14,75 അതിൻ്റെ 10%. അത് × 8 ചെയ്ത് എന്ത് കിട്ടും? അതിൻ്റെ 80% കിട്ടും. ഇതാണ് ഇവർക്ക് ഈ റേഷ്യോയിൽ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റിൻ്റെ ഈ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സിക്ക് എത്ര പോർഷൻ കിട്ടും? 18 കിട്ടും. ടോട്ടൽ എത്രയിൽ? 41 18 41 59. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 18 ആയതുകൊണ്ട് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ ഇതല്ല, 9ൻ്റെ മൾട്ടിപ്പിൾ ഇതല്ല, 9ൻ്റെ മൾട്ടിപ്പിൾ ഇതല്ല. ഓപ്ഷൻ 3. നമ്മൾ ഈ മൾട്ടിപ്പിളും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. ഇത്ര കാൽക്കുലേഷനാണ് നമ്മൾ സേവ് ചെയ്തതെന്ന്, ഇത്ര ടൈമാണ് സേവ് ചെയ്തതെന്ന് ഒരു കണക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. രാകേഷും വിനീതും
ആൾട്ടർനേറ്റ്, ഇതൊക്കെ പ്രീവിയസ് ടൈപ്പാണ്. ഞാൻ അർജുന ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രീവിയസ് വന്നിട്ടുള്ളതാണ്. രണ്ടുപേര് ആറും വിയും വർഡ ആൾട്ടർനേറ്റ് ഡേയ്സ്. രത്നേഷ് സ്റ്റാർട്ട് ചെയ്തു. രത്നേഷ് തുടങ്ങി, വിഘ്നേഷ് അങ്ങനെ പോയി. എൻ്റെ വർക്ക് ഇത്രയും ദിവസം തീർന്നു. രത്നേഷിന് ഒറ്റയ്ക്ക് 48 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഹൗ മെനി ഡേയ്സ് വിനീതിന് ഒറ്റയ്ക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് സൊല്യൂഷൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 54 3/4 ഡേയ്സ് ഇത് തീർന്നെന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത രത്നേഷ, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത വിഘ്നേഷ, വിനീത. അപ്പോൾ 27 ദിവസം വിനീത് ചെയ്തു. ഇവൻ എത്ര ചെയ്തു? 27 3/4 ഇവൻ ചെയ്തു. കാര്യം ഇവനാണ് സ്റ്റാർട്ട് ചെയ്തത്. 27 ആയപ്പം 54 കംപ്ലീറ്റ് ആയി. 3/4 അടുത്ത ദിവസം ഇവൻ ചെയ്തു. അപ്പോൾ ഒറ്റയ്ക്ക് ഇവന് 48 ദിവസം ചെയ്യാമായിരുന്നു. അതിൽ ഈ വർക്ക് സെയിം വർക്കാണ്, 48 ദിവസം കൊണ്ട് ഇവന് തീർക്കാമായിരുന്നു. അതിൽ 27 3/4 ആണ് ഇവൻ ചെയ്തത്. അപ്പോൾ ബാക്കി ഇവൻ്റെ എത്ര വർക്കുണ്ട്? ബാക്കി 48 നിന്നും 27 3/4 കുറയ്ക്കുക. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കാണാത്തവർ അത് കാണുക. അതിനകത്താണ് എല്ലാ ബേസും എന്ന് പറയുന്നത്. അപ്പോൾ 48 നിന്നും 27 3/4 കുറയ്ക്കാനൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? തൊട്ടടുത്ത നമ്പർ കുറയ്ക്കണം, 28. അങ്ങനെ ആകുമ്പോൾ 20 ഡിഫറൻസ് എടുത്തു, 1/4 ഡിഫറൻസ് എടുക്കുക. ഡിനോമിനേറ്റർ അതേ വിളിക്കുക. 20/4 എന്ന് പറഞ്ഞാൽ എത്ര? 81/4 ആണ്. അപ്പോൾ ഈ രത്നേഷിന് 81/4 ദിവസം, അതാണ് 21/4, 21/4 എന്ന് പറയുന്നത്. അതിനകത്ത് 48 ദിവസത്തിൽ തീർക്കുമായിരുന്നു അവൻ ഒറ്റയ്ക്ക് 27 3/4 ചെയ്തോളൂ. അപ്പോൾ അവന് ചെയ്യാനുള്ള ബാക്കി 81/4 പാർട്ട് രത്നേഷിൻ്റെ വർക്കാണ് ആര് തീർത്തത്? 27 ദിവസം കൊണ്ട് ആര് തീർത്തത്? നമ്മുടെ വിനീത് തീർത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ RB എന്നൊക്കെ പറയുന്നത് ഇവരുടെ എഫിഷ്യൻസിയാണ്. അപ്പോൾ രത്നേഷിൻ്റെയും വിനീതിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടും. 27 ഇത് 3 ആണ്, 4/3 കിട്ടും. അതായത് രത്നേഷിൻ്റെ എഫിഷ്യൻസി 4 ആണെങ്കിൽ വിനീതിൻ്റെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ദിവസം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസിയാണ്. ടോട്ടൽ വർക്ക് എത്ര? 48 ദിവസം. രത്നേഷിന് ഒരു ദിവസം 4 യൂണിറ്റ് വെച്ച്. എഫിഷ്യൻസി എന്താണെന്നൊക്കെ ഉള്ളത് ഏകലവ്യ ബാച്ചിൽ പറഞ്ഞിട്ടുണ്ട്. 48 × 4 ആണ് ടോട്ടൽ വർക്ക്. അത് ആരാ ചെയ്യുന്നത്? വിനീതിൻ്റെ എഫിഷ്യൻസി 3 ആണ്. അപ്പം 16 ഇത് വരുന്നത്. 16 4 64 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു വർക്ക് വിനീത് കംപ്ലീറ്റ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ CHSലും വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെയിം ടൈപ്പാണ്. പ്രീവിയസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്ര സമയത്ത് നിങ്ങൾ ചെയ്തു എന്നാണ്. അടുത്തത് LCM SCFൻ്റെ ക്ലാസ്, ഫുൾ ക്ലാസ് നമ്മുടെ ഏകലവ്യ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ആവശ്യമില്ലാത്ത രീതിയിൽ LCM SCF കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. ക്ലാസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തത് മാത്രമാണ് പ്രശ്നം. എത്ര പേര് ആ ക്ലാസ്സുകൾ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ആവുന്നു എന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ്. ഒരു മിൽക്ക് വെൻഡറിന് 75 ലിറ്റർ ഓഫ് കൗ മിൽക്കുണ്ട്, 45 ലിറ്റർ ടോൺ മിൽക്കുണ്ട്, 30 ലിറ്റർ ഓഫ് ക്രീം മിൽക്കുണ്ട്. അപ്പോൾ വേണ്ടുന്ന കാര്യം 75, 45, 30 ലിറ്ററിൻ്റെ സാധനങ്ങളുണ്ട്. ദീസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ട്രേസ് സച്ച് ദാറ്റ് ഈച്ച് ട്രേ കണ്ടെയ്ൻസ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. സെയിം ക്വാണ്ടിറ്റി മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിൻ്റെയും HCF എടുക്കണം. എല്ലാത്തിലും എന്തായിരിക്കണം? സെയിം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആയിരിക്കണം. ആൻഡ് 2 kinds ഓഫ് മിൽക്ക് ഷുഡ് നോട്ട് ബി മിക്സ്ഡ് ഇൻ എ ട്രേ. അതായത് എല്ലാത്തിലും സെയിം. ഇപ്പം ഒരെണ്ണത്തിനകത്ത് കൗ മിൽക്ക് ആണെങ്കിൽ അതിനകത്ത് കൗ മിൽക്ക് മാത്രമേ കാണാവൂ, ടോണ്ട് മിൽക്ക് മാത്രമേ കാണാവൂ. അങ്ങനെ എത്ര ട്രേസ് വേണം? ലീസ്റ്റ് നമ്പർ. ആ എല്ലാ മിൽക്കും വെക്കാൻ എത്ര ട്രേ വേണം? സെയിം ക്വസ്റ്റ്യൻ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത്. സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനിവിടെ ഒരുപാട് കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, എൻ്റെ സൊല്യൂഷൻ പറയുന്നുള്ളൂ. പേന എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇവിടെ എൻ്റെ HCF എത്ര? 40, 75, 15, 30, 15 ആണ്. അപ്പോൾ എല്ലാത്തിലും 15 ലിറ്റർ ആക്കി വെക്കണം. അപ്പോൾ എന്തായി? സെയിം ക്വാണ്ടിറ്റി ആവും, മിൽക്ക് സെയിം ക്വാണ്ടിറ്റി ആവും. പക്ഷേ 15 വെച്ച് 75 ലിറ്ററുള്ള കൗ മിൽക്കിനകത്ത് 15 ലിറ്റർ വെച്ച് എത്ര എണ്ണം വേണം? 75/15, 5 ട്രേ വേണം. 45 ലിറ്ററുള്ള ടോണ്ട് മിൽക്കിന് 15 വെച്ച് 3 ട്രേ വേണം. 30 ലിറ്ററുള്ള ക്രീം മിൽക്കിന് 15 വെച്ച് 2 ട്രേ വേണം. അങ്ങനെ 5, 3, 8, 2 10 ട്രേ ടോട്ടൽ നമുക്ക് ആവശ്യമുണ്ട്. എൻ്റെ കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു ക്ലാസ് എടുത്ത് കാണുക. LCM SCFൻ്റെ ഏകലവ്യ ബാച്ചിൻ്റെ ക്ലാസ് 3 ക്ലാസ്സോ 4 ക്ലാസ്സോ 5 ക്ലാസ്സോ കൊണ്ട് എടുത്ത് കാണുക ഫുള്ളായിട്ട്. ഓക്കെ. ദ റേഡിയോസ് 2 സ്പിയേഴ്സ് ഇൻ ദ റേഷ്യോ ഇതാണെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയസിൻ്റെ ക്യൂബ് ആയിരിക്കും. സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr ക്യൂബാണ്. 4/3 π കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ക്യൂബിൻ്റെ റേഷ്യോയിലായിരിക്കും വോളിയം എന്ന് പറയുന്നത്. 4 ക്യൂബ് 64, 5 ക്യൂബ് 125. സിമ്പിളായിട്ടുള്ള മാർക്കുകളും അവിടെ വരുന്നുണ്ട്. അടുത്ത ദിവസം ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 2800. ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 3 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 15, 8 and 5. ഓക്കെ, ഫൈൻ ദ സെല്ലിംഗ് പ്രൈസ്. ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് പോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. 2800 അപ്രോക്സിമേറ്റ് ഒന്നും പറയുന്നില്ല, എല്ലാത്തിനും 2 പോയിൻ്റാണ്. 2800 ആണ്. ഇത് ഫസ്റ്റ് ഡിസ്കൗണ്ട് 15%. അത് ഇതിൻ്റെ 85% വിറ്റു. ശതമാനം എന്ന് പറഞ്ഞാൽ by 100 ആണ്. ഞാൻ by 100 എഴുതുന്നില്ല. ഡീറ്റെയിൽസ് നോക്കാം.
8% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 92% ഓഫ് ഈ വാല്യൂവിൻ്റെ 92% വിറ്റു. 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 95 വിറ്റു. അപ്പോൾ നമ്മുടെ ആൻസർ 17 മൾട്ടിപ്പിൾ ആയിരിക്കും, 19 ആയിരിക്കും. പക്ഷേ അത് ചെക്ക് ചെയ്യേണ്ട, നമുക്ക് നോക്കാം. DT സം നോക്കാം. ഇവിടെ എത്ര വരും? അടിയിൽ 100 എല്ലാത്തിലും 100 ഉണ്ട്. 10⁶ ഉണ്ട്. യെസ്, അതിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല. DT സം വയ്ക്കാം. ഇവിടെ 1, 13, 4, 2, 4, 2, 8, 8, 5, 40. DT സം 4 വരണം. നോക്കാം. ഇവിടെ 10, 11, 13, 4 ഹോൾഡ് ചെയ്യാം. 9 നോക്കണ്ട, 5, 6, 6, 11, 17, 8 ആണ്. ഇതല്ല. 9 നോക്കണ്ട, 6, 7 ഇതല്ല. 9 നോക്കണ്ട, 2 നമുക്ക് എത്ര വേണ്ടുന്നത്? 4 വേണ്ടുന്നത്. 4 വരുന്ന ഓപ്ഷൻ ചെയ്തുള്ളൂ. ഓപ്ഷൻ 1 ഉള്ളൂ. ഇനി 4 വന്നില്ല. 2 4 വന്നാൽ എന്ത് ചെയ്യണം? 17 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ 92, 23 ഉണ്ട് അതിനകത്ത്. 23 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ 19 മൾട്ടിപ്പിളും ചെക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 സെയിം വന്നാൽ. അല്ലാതെ ചെയ്യാനാണെങ്കിൽ ഇത് കാൽക്കുലേഷൻ വരും. ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം ചെയ്ത് കാണിച്ചു തരാം. 2800 ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. 2800 15% ആദ്യം കുറയ്ക്കുക. 10% 250, 5% 140, 280, 140, 420. അപ്പോൾ 420 നിന്ന് കുറച്ചാൽ 2380. ഇപ്പോൾ 2380 ആയി. പിന്നെ ഇതിനകത്ത് നിന്ന് 8% കുറയ്ക്കണം. 8% കുറയ്ക്കുന്നത് ഇതിൻ്റെ 8% 23.8 1%. അത് ഇൻറ്റു 8 കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത്? ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്താൽ എങ്ങനെ ചെയ്യാമെന്ന് പറയാം. 23 എന്ന് പറയുമ്പോൾ എത്ര വരും? 160, 184, പിന്നെ 6.4, 190.4. പിന്നെ അതിൽ നിന്ന് 190.4 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 8, ഇവിടെ 1, ഇവിടെ 2. ഓക്കെ, 2, 1, 9. ഇതിനകത്ത് 5% കുറയ്ക്കണം. 5% എന്ന് പറഞ്ഞാൽ എത്ര? 218.9ൻ്റെ പകുതി 109 അല്ലെങ്കിൽ 110 കുറയ്ക്കാം. ഏകദേശം 110 കുറയ്ക്കാം. അപ്പോൾ 110 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 100 കുറച്ചാൽ തന്നെ നമുക്ക് 2080 ആ ഒരു റേഞ്ചിൽ വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഉള്ളൂ. അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക്. DT അപ്ലൈ ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ കാൽക്കുലേഷനാണ്. നിങ്ങളുടെ കാൽക്കുലേഷൻ എത്രത്തോളം ഫാസ്റ്റാണ് എന്നതിനനുസരിച്ചിരിക്കും. കാരണം ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചു. നമുക്ക് എവിടെയും ഇത് ഇങ്ങനെ ചെയ്ത് കാണിക്കത്തില്ല. അപ്പോൾ ഇത് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം മെത്തേഡാണ്. DT അപ്ലൈ ചെയ്യാം. അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. യെസ്. ആവറേജ് ഏജ് ഓഫ് 11 റിസൾട്ട് 60 ആണ്. ഫസ്റ്റ് 10 59 ആണ്. 11 സെയിം. എനിക്കൊന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇതേപോലെ ഉണ്ടായിരുന്നു. റിപ്പീറ്റാണ്. ഫസ്റ്റ് 10 59 എന്ന് വെച്ചാൽ എത്ര വെച്ചാൽ കുറയുക? 1 കുറവ് 10. ഡീവിയേഷൻ എത്രയാണ്? -10 ആണ് അല്ലേ? 1 കുറച്ചു 10 -10 ആണ്. 11ാമത്തെ റിസൾട്ടിൽ 10 കൂടുതലായിരിക്കും. അതായത് 60ൻ്റെ കൂടെ എത്ര കൂടുതലായിരിക്കും? 10 കൂടുതലായിരിക്കും. 70. ഓപ്ഷൻ 3 വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് ട്രയാങ്കിൾ PQRൽ ഇൻ സെൻറ്റർ A ആണ്. QAR 114 ഫൈൻഡ് ദ മെഷർ ഓഫ് QPR. അപ്പോൾ ഇത് മനസ്സിലാവുമല്ലോ. 90 + A/2 ആണിത്. 90 + എത്രയാണിത്? 26 ആണ്. 26ൻ്റെ ഇരട്ടി 52. ഫിഗർ പോലും വരയ്ക്കേണ്ട ആവശ്യമില്ല. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം ഈ ക്വസ്റ്റ്യൻ. അതാണ് ജോമെട്രി ആ ലെവലിൽ പഠിച്ചെങ്കിലേ പറ്റും. ജോമെട്രിയുടെ ക്ലാസ് ഏക ലെവലിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. യെസ്. ഇപ്പോൾ ട്രയാങ്കിൾ ഇവിടെ ഫിഗർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫിഗറിൻ്റെ ആവശ്യമില്ല. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. PQRൽ A ഇൻ സെൻറ്റർ ആണ്. QAR തന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 + ഇവിടുത്തെ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇതിൻ്റെ പകുതിയാണ് എഴുതിയേക്കുന്നത്. പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 90ൻ്റെ കൂടെ 26 കൂട്ടണം. ഇതിൻ്റെ വാല്യൂ 26 ആണ്. അതിൻ്റെ പകുതിയാണ് 26. ഇതിൻ്റെ ഇരട്ടി 52 ആയിരിക്കും ആൻസർ. അടുത്ത സർഫസ് ഏരിയ ഓഫ് ക്യൂബ് ഇതാണെങ്കിൽ വോളിയം ആണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6a² ആണ്. ഇപ്പോൾ 6 × a² ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഡയറക്റ്റ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 52 6 8 പിന്നെ 40 8 288. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 12√2 എന്ന് കിട്ടും അല്ലേ? 144ൻ്റെ റൂട്ട് പിന്നെ ഒരു റൂട്ട് 144ൻ്റെ 2 ആണ്. എന്താണ് വോളിയം? ഇതിൻ്റെ A³ ആണ്. അപ്പോൾ A³ എന്ന് പറഞ്ഞാൽ 12ൻ്റെ ക്യൂബ് എത്രയാണ്? 1728. ഇവിടെ 2ൻ്റെ √2ൻ്റെ ക്യൂബ് 2√2 ആണ്. 12ൻ്റെ ക്യൂബ് 1728 × 2 3456 പിന്നെ റൂട്ട്. ഓപ്ഷൻ ഡി. ഞാനൊന്നും എടുക്കേണ്ട, ഇത്രയും തന്നെ ചെയ്താൽ മതി. യെസ്. അടുത്ത് ആവറേജ് ഓഫ് ഫസ്റ്റ് 5 ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ട്. ആവറേജ് ഓഫ് ഫസ്റ്റ് 4 ഇൻറ്റീജേഴ്സ് ഈസ് 50% ഓഫ് ദ 5th ഇൻറ്റീജർ. അപ്പോൾ ആവറേജ് ഓഫ് 5 ഇൻറ്റീജേഴ്സ് 48 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം എത്ര വരും? 5 × 48 240 ആണ് ടോട്ടൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ സം. ആവറേജ് ഓഫ് ഫസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 50% ഓഫ് ദ 5th ഇൻറ്റീജർ. 5th ഇൻറ്റീജർ 1 ആണെങ്കിൽ ആവറേജ് ഇത് ആവറേജും സമ്മും എല്ലാം സെയിം തന്നെയാണ്. 5th ഇൻറ്റീജർ 1 ആണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എന്താണ്? ഇതിൻ്റെ പകുതി 0.2 ആണ്. അപ്പോൾ ആവറേജ് പകുതിയാണെങ്കിൽ ആവറേജ് പകുതിയാണെങ്കിൽ സം എത്ര വരും? സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. 4 നമ്പർ ഉണ്ടായതുകൊണ്ട് 0.5 × 2 0.5 × 4 2 എന്ന് വരും. മനസ്സിലായോ? ഞാൻ സമ്മ എടുത്തത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇപ്പം 5th നമ്പർ 1 ആണെങ്കിൽ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പകുതി 1/2 ആണ്. 50% പകുതിയാണ് 0.5 ആണ്. അപ്പോൾ ആവറേജ് 0.5 ആണെങ്കിൽ 4 നമ്പറുണ്ട്. 0.5 × 4 2 ആണ് അവരുടെ സം. ഇത് എഴുതേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതിൻ്റെ സമ്മ് 2 ആണെങ്കിൽ അഞ്ചാമത്തെ നമ്പർ എന്താണ് 1 ആണ്. 2 1 ടോട്ടൽ 3 യൂണിറ്റാണ് വരുന്നത്. ആ 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 240. ചോദിച്ചിരിക്കുന്നത് എന്താ ഫിഫ്ത്ത് ഇൻറ്റിജർ. ഫിഫ്ത്ത് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റാണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് 240 ആണെങ്കിൽ 1 യൂണിറ്റിനാണ് 80. വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്. The numbers of commerce, science and arts postgraduate working in a company are 40, 80, 60 respectively. Okay, if these figures are represented by a pie chart. Pie chart എന്ന് പറഞ്ഞാൽ എന്താ ടോട്ടൽ 300 ഇങ്ങനെ പൈ ചാർട്ടിൽ ഇങ്ങനെ 360 ഡിഗ്രി ഓരോന്നിനെ ഡിഗ്രി ആയിട്ട് ഇത്ര ഡിഗ്രി ഇതിന് ഇത്ര ഡിഗ്രി ഇത് ഇത്ര ഡിഗ്രി ഇതിന്. ബട്ട് ഇസ് കറസ്പോണ്ടിങ് ടു ആംഗിൾ കറസ്പോണ്ടിങ് ടു കൊമേഴ്സ്. ഇപ്പോൾ ടോട്ടൽ എത്ര വരുന്നത് ഇവിടെ 40, 80, 120, 60, 180. 180ൻ്റെ വാല്യൂ ആണ് നമ്മൾ ടോട്ടൽ 360 ഡിഗ്രി ഇതിന് ചുറ്റും കൊടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രിയാണ്. ഇപ്പോൾ കൊമേഴ്സിനകത്ത് എത്ര കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളാണ് 40. ഇപ്പോൾ 40 × 2 80 ഡിഗ്രി. ഒരു പേനയും വേണ്ട, പെൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ടോട്ടൽ 180നെയാണ് നമ്മൾ 360 ഡിഗ്രി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൊമേഴ്സ് എത്രയാണ് 40 ആണ്. ഇൻറ്റു 2 40 × 2 ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പെയിൻ എടുക്കാതെ തന്നെ ചെയ്യാം. അടുത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3c² cosec a. ഓക്കെ, cosec². ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തൂടെ? ഇവിടെ നോക്ക്, ഇവിടെ എല്ലാവരും കാണുമ്പോൾ തന്നെ എടുത്ത് വാല്യൂ പുട്ട് ചെയ്യും. വാല്യൂ പുട്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ക്വസ്റ്റിനകത്ത് വാല്യൂ പുട്ടിങ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് വലിയ ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ കാണുമ്പോൾ തന്നെ sec² a - 1 എന്ന് പറഞ്ഞാൽ tan സ്ക്വയർ a. cosec² a cosec a - 1 × cosec a + 1 എന്ന് പറഞ്ഞാൽ cosec² a - 1 ആണ്. cosec² - 1 എന്ന് പറഞ്ഞാൽ cot² ആണ്. അപ്പോൾ ഇവിടെ tan സ്ക്വയറും വരും, ഇവിടെ cot² വരും. tan × cot 1 ആണ്. ഇതും പോയി. ഇതൊക്കെ പഠിക്കേണ്ട ഫോമുലയാണ്. അർജുന ബാച്ചിൽ ട്രിഗ്നോമെട്രിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ 3 വന്നു, ഇവിടെ ഇത് മൊത്തം പോയി. ഇവിടെ cosec² a - cot² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 4 × 1 അപ്പോൾ 3 + 4 7. ഒരു പേന എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് 27ാമത്തത്. A number 37 is divided into 2 parts such that 5 times one part and 11 times of other is together is equal to 227. Find the value of 9 times the smaller part. ഇപ്പോൾ 9 times എന്ന് പറഞ്ഞാൽ 37നെ ഇൻറ്റിജറായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അത് 30 ഒന്നുകിൽ 14 അല്ലെങ്കിൽ 13 അങ്ങനെ 14 അല്ലെങ്കിൽ 24 ഇൻറ്റിജറായിട്ട്. അപ്പോൾ 9 times എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 9നെ മൾട്ടിപ്പിൾ ആയിരുന്നേ പറ്റൂ. 9 × ഒരു ഇൻറ്റിജർ വാല്യൂ. ഇത് 9നെ മൾട്ടിപ്പിൾ അല്ല, 9നെ മൾട്ടിപ്പിൾ അല്ല, 9ൻ്റെ അല്ല, 9നെ മൾട്ടിപ്പിൾ ഒറ്റ ഓപ്ഷനുള്ളൂ. ഞാൻ ഇത്രേ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് 37നെ ഞാൻ x y എന്ന് കൊടുത്താൽ ഇനിയിപ്പം ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞു, സൊല്യൂഷൻ കഴിഞ്ഞു, അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ, അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ x എന്ന് പറയുന്ന നമ്പറിനെ 2 പാർട്ട് 37, x + 5 എന്ന് പറഞ്ഞാൽ 37 ആണ്. ഇനി 5 ടൈംസ് ഫസ്റ്റ് പാർട്ട് 5x + 11 ടൈംസ് അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ 227 ആണ്. അത് എന്തെങ്കിലും കണ്ടുപിടിക്കാം. ഇനി 5 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കാം. പിന്നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 5 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കുമ്പോൾ 5 y പോയി, 11y നിന്ന് 5y പോയി 6y. ഇതിന് 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 185. 185 ഡിഫറൻസ് എത്ര? 15 27 27 37 42. വൈയുടെ വാല്യൂ 7 എന്ന് വരും. വൈയുടെ വാല്യൂ 7 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 30 എന്ന് വരും. ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? സ്മോളസ്റ്റ് നമ്പർ 7 ആണ്. 7 × 9 ടൈംസ് 9 × 7 63. പക്ഷേ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അടുത്ത സിലിണ്ടറിന് റേഡിയസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി കൊടുക്കാം. കാര്യം 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. എങ്ങനെയാണ് അത് വന്നത്? 448 വോളിയം ഈക്വൽ ടു പൈ r² h. പൈ × r², 8/πയുടെ സ്ക്വയർ ഇൻറ്റു h ആണ്. ഇവിടെ നോക്ക്, ഇവിടെ h എന്ന് പറയുന്നത് ഇവിടെ പൈയും ഇവിടുത്തെ ഒരു പൈയും പോയി. അടിയിൽ എന്തുണ്ട്? ഒരു 11 ഉണ്ട്. അപ്പോൾ ഇത് 448 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ എച്ചിനകത്തൊരു 11 വന്നില്ലെങ്കിൽ ഇവിടെ ഒരിക്കലും എന്ത് വരത്തില്ല? ഇവിടെ 448 വരത്തില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. എച്ചിനകത്ത് 11 വന്ന് 11 ഇവിടെ വെട്ടിപ്പോയാൽ മാത്രമേ ഇവിടെ എന്ത് വരത്തുള്ളൂ? 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഈ 11 ഇവിടെ വന്നേനെ. മനസ്സിലായോ? ഇത് ഇനി കാൽക്കുലേഷൻ ചെയ്യണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? പൈയും ഒരു പൈയും വെട്ടിപ്പോയി. 67 ഉണ്ട്, 22/7 ഉണ്ട്. 7 അങ്ങ് 22/7 ആണ്. 7 താഴെ വരും, 22 ഇവിടെ പോവും. ഇവിടെ 64 ഇവിടെ വരുന്നുണ്ട്. 67ൻ്റെ മൾട്ടിപ്പിളാണിത്. കാൽക്കുലേഷൻ 7ൻ്റെ മൾട്ടിപ്പിളാണ്. 7 × 6 64. ഇത് രണ്ടും വെട്ടിപ്പോയി. എച്ചിൻ്റെ വാല്യൂ എന്ത് വരും? 22 വരും. പക്ഷേ എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. 11ൻ്റെ മൾട്ടിപ്പിൾ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം. അടുത്ത 3 numbers are in the ratio 5:7:9. ഇത് LCM എത്രയാണ്? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ? ഇപ്പോൾ ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? 5x 7x 9x എന്ന് എടുക്കാം. ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 × 7 × 9 × ഒരു x. എല്ലാത്തിലും ഒരു x മതി. കാര്യം x³ ആവശ്യമില്ല. ഇതെല്ലാം എല്ലാത്തിൻ്റെ മൾട്ടിപ്പിളാണ്. 5x-ൻ്റെ മൾട്ടിപ്പിളാണ്, 7x-ൻ്റെ മൾട്ടിപ്പിളാണ്, 9x-ൻ്റെ മൾട്ടിപ്പിളാണ്. ഈ നമ്പർ എന്ന് പറയുന്നത് ലോവസ്റ്റ് ആണ്. x³ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും x കോമൺ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 1260.
നമുക്ക് എന്താ വരുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. അപ്പം 5x-ൻ്റെ 9x-ൻ്റെ ഡിഫറൻസ് 4x-ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതാണെങ്കിൽ 4x-ൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യാം നമുക്ക്? എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 9 7 63. 63 ആകുമ്പോൾ 2 20 5 ഗുണം 4 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 16. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ LCM SCFൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അടുത്ത സിംപ്ലിഫൈ. ഈ ഒരു സംഭവത്തെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ y² പ്ലസും മൈനസും ഒക്കെ വ്യത്യാസമാണ്. നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഇട്ട് കൊടുക്കാം. ഇവിടെ വേറെ ചുമ്മാ ചെയ്താലും കിട്ടും a+b² പ്ലസ് a-b². അങ്ങനെ ചെയ്യാം. അല്ല അതല്ല വേണ്ട നമുക്ക് എന്ത് ചെയ്യാം? വൈക്കും ഇസഡിന് നമുക്കൊരു വാല്യൂ ഇടാം. 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? വേറെ 0 ആവാൻ വേണ്ടിയുള്ളൊന്നുമില്ല. അടിയിൽ ഡിനോമിനേറ്റർ 0 വരുന്ന ഒരു കേസുമില്ല. 1 കൊടുക്കുമ്പോൾ 2 - 5 2 - 5 -3 -7² 9 പ്ലസ് 5ഉം 2 7 7ൻ്റെ സ്ക്വയർ 49 മൈനസ് 25 എന്ത് കിട്ടും? 58 നിന്ന് 25 കുറയ്ക്കണം. 58 നിന്ന് 25 കുറച്ചാൽ ഇത് 58 അല്ലേ? 58ഉം 25ഉം 8 33 വരണം. ഓപ്ഷൻ നോക്ക്. 19 മാത്സാൽ 15 13 4 21 23 4 25. ഇവിടെ 29 അല്ലല്ലോ. ഇവിടെ 19 y². 19ൻ്റെ 1 ശരിയാ. എല്ലാം ഒന്നാണ്. എക്സും വൈയും ഇസഡും വൈയും ഇസഡും ഒന്നാണ്. അപ്പോൾ 29ഉം 4ഉം 33 സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ ഡി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. 30 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡും നിങ്ങളുടെ ആ ഒരു ടൈമിലെ അപ്രോച്ച് മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അപ്രോച്ചിൽ ചേഞ്ച് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ, മെയിൻസിന് പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എക്സാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവരെക്കായും മുന്നിലെത്താൻ പറ്റും. എന്തെങ്കിലും ചേഞ്ച് നിങ്ങളുടെ ഇതിലുണ്ടായി, നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അത് കമൻറ്റായിട്ട് പറയുക. ബാക്കിയുള്ള എല്ലാവരത്തേക്കും എത്തിക്കുക. ഈ ക്ലാസ് എത്തിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇത് പോകുന്നുണ്ട്, സജഷൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കാര്യങ്ങളെല്ലാം വീഡിയോസ് എല്ലാം കാണുക. ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് തരുന്നത്. ഇത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സൊല്യൂഷനായിട്ടൊക്കെ കാണാം. ക്ലാസ്സുകളായിട്ട് കാണാം. ഇതേപോലെ CGL-ൻ്റെ കഴിഞ്ഞ എക്സാമുകളുടെ സൊല്യൂഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ PDF എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.